നമസ്കാരം. ഞെട്ടിക്കുന്ന വാർത്തകളാണ് ദിനംപ്രതി പുറത്തു വരുന്നത്. ബന്ധങ്ങൾക്കൊന്നും യാതൊരു വിലയുമില്ലാത്ത കാലം. സ്വന്തം അമ്മമാർ തന്നെ മക്കളെ കൂട്ടിക്കൊടുക്കുന്ന സംഭവങ്ങൾ പതിവാകുന്നു. പറഞ്ഞുകൊടുത്താലും യാതൊരു അനുസരണയുമില്ലാതെ പോയി വിപത്താകുന്ന, സ്വന്തം ജീവൻ എടുക്കുന്ന ബന്ധങ്ങളിൽ പോയി കുട്ടികൾ ചാടുന്നു. ഇനി പെൺകുട്ടികൾ വില്ലത്തികളാകുന്ന സംഭവങ്ങളും. എല്ലാത്തിനും പിന്നിലേക്കൊക്കെ ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ മയക്കുമരുന്നും കട്ടുതിന്നുമ്പോൾ കിട്ടുന്ന സുഖത്തിലേക്ക് ആളുകളുടെ മനസ്സ് മറിഞ്ഞതും, ബന്ധങ്ങൾ സൂക്ഷിക്കാൻ ആർക്കും താല്പര്യമില്ലാതെ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ബാധ്യതകളൊന്നുമില്ലാത്ത ബന്ധത്തിലേക്ക് പോകുന്നതുമൊക്കെ അതൊക്കെയാണ് കാരണം. ഇതൊക്കെ സ്ഥിരമായി കാണുമ്പോൾ മനുഷ്യന്റെ മനസ്സ് മരവിച്ചു പോവുകയാണ്. ഇതാ ഇപ്പോൾ ഏറ്റവും ഒടുവിൽ എറണാകുളത്ത് സഹോദരിമാരായ കുട്ടികളെ ബലാത്സംഗത്തിനിരയാക്കിയ സംഭവത്തിലും അമ്മ വില്ലത്തിയാകുന്ന കാഴ്ചയാണ് പുറത്തു വരുന്നത്. വെറും 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികൾക്ക് അമ്മയും ആൺസുഹൃത്തായ ധനേഷും ചേർന്ന് മദ്യം നൽകി. അതായത് കേസിലെ പ്രതി ധനേഷ് വീട്ടിൽ വരുമ്പോഴെല്ലാം നിർബന്ധിച്ച് കുട്ടികളെ മദ്യം കുടിപ്പിച്ചിരുന്നതായിട്ടാണ് കുട്ടികൾ തന്നെ മൊഴി നൽകിയത്. പെൺകുട്ടികളുടെ വെളിപ്പെടുത്തലിൽ അമ്മയ്ക്കെതിരെ കൂടുതൽ തെളിവുകളും പോലീസിന് ലഭിച്ചു. പെൺകുട്ടികളെ പീഡിപ്പിച്ച ധനേഷിന് ഇവരുടെ സുഹൃത്തുക്കളെ പീഡിപ്പിക്കാനുള്ള താല്പര്യമാണ് ഈ കേസ് തന്നെ പുറത്തു വരാനുള്ള കാരണം. കൂട്ടുകാരിയെ കൂട്ടിക്കൊണ്ടുവരാൻ മൂത്ത കുട്ടിയോട് ധനേഷ് ആവശ്യപ്പെട്ടിരുന്നു. ഇക്കാര്യം ചൂണ്ടിക്കാട്ടി കൂട്ടുകാരിക്ക് പെൺകുട്ടി അയച്ച കത്ത് ക്ലാസ് ടീച്ചർ കണ്ടതോടെയാണ് ഞെട്ടിപ്പിക്കുന്ന ബലാത്സംഗ വിവരം പുറത്തു വരുന്നത്. 12 വയസ്സുകാരി നടന്നതെല്ലാം ക്ലാസ് ടീച്ചറോട് തുറന്നു പറഞ്ഞു. 2 വർഷത്തോളമായി പെൺകുട്ടികളെ ധനേഷ് പീഡിപ്പിക്കുന്നുണ്ട്. ഇവരുടെ അച്ഛൻ ചികിത്സയിലിരിക്കുന്ന സമയത്താണ് ധനേഷുമായി അമ്മ അടുക്കുന്നത്. അച്ഛനെ ചികിത്സയ്ക്കായി ആശുപത്രിയിലേക്കും മറ്റും കൊണ്ടുപോയിരുന്നത് ധനേഷ് കുമാറിന്റെ ടാക്സിയിലാണ്. ഈ ഘട്ടത്തിൽ ധനേഷുമായി പെൺകുട്ടികളുടെ അമ്മ അടുത്തു. ഇതിനിടെ ചികിത്സയിലായിരുന്ന ഇവരുടെ അച്ഛൻ മരിക്കുകയും ചെയ്തു. ഇതോടെ ധനേഷ് ഇവർക്കൊപ്പം താമസമാക്കി. കുറുപ്പമ്പടിയിൽ ഒരു വാടക വീട്ടിലായിരുന്നു ഈ കുടുംബവും താമസിച്ചിരുന്നത്. എല്ലാ ആഴ്ചയും ധനേഷ് ഇങ്ങോട്ടേക്ക് എത്താറുണ്ടായിരുന്നു എന്നാണ് വിവരം. 2023 മുതൽ ഇയാൾ പെൺകുട്ടികളെ ശാരീരികമായി ഉപയോഗിച്ചതായും പറയപ്പെടുന്നു. ഇതിനിടെ സോഷ്യൽ മീഡിയയിൽ കണ്ട പെൺകുട്ടികളുടെ കൂട്ടുകാരികളെ ധനേഷ് ലക്ഷ്യം വെച്ചു. മൂത്ത പെൺകുട്ടിയോട് ഒരു കൂട്ടുകാരിയെ പരിചയപ്പെടുത്തി തരണമെന്ന് നിരന്തരം ആവശ്യപ്പെട്ടു. രണ്ടാനച്ഛൻ എന്ന നിലയിലായിരുന്നു പെൺകുട്ടികൾ ധനേഷിനെ കണ്ടിരുന്നത്. ധനേഷിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി തന്റെ സുഹൃത്തിനോട് വീട്ടിലേക്ക് വരാൻ ആവശ്യപ്പെട്ട ഒരു കുറിപ്പ് എഴുതുകയും ചെയ്തു. അച്ഛന് നിന്നെ കാണണം എന്നായിരുന്നു കത്തിൽ ആവശ്യപ്പെട്ടിരുന്നത്. ഇത് സ്കൂളിലെ അധ്യാപിക കണ്ടെത്തി. ഉടനെ പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്നാണ് ധനേഷ് പെൺകുട്ടികളെ ദുരുപയോഗം ചെയ്ത വിവരം പുറത്തു വന്നത്. അതേസമയം പെൺകുട്ടികളുടെ അമ്മയെ ഒഴിവാക്കാനാണ് താനിവരെ പീഡിപ്പിച്ചതെന്നും ധനേഷ് പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. രോഗബാധിതനായിരുന്ന ഭർത്താവിനെ ആശുപത്രിയിൽ കൊണ്ടുപോകുന്നതിലൂടെയാണ് യുവതിയും ധനേഷും അടുപ്പത്തിലായത്. ഭർത്താവിന്റെ മരണശേഷം ധനേഷ് വാടകയ്ക്ക് എടുത്തു കൊടുത്ത വീട്ടിലായിരുന്നു ഇവരും മക്കളും കഴിഞ്ഞിരുന്നത്. ഇവിടെ ധനേഷ് പതിവായി എത്തും. യുവതിയുമായുള്ള ബന്ധം അവസാനിപ്പിക്കാൻ തീരുമാനിച്ചിരുന്നെന്നും അതുകൊണ്ടാണ് കുട്ടികളെ പീഡിപ്പിച്ചതെന്നും ധനേഷ് പറയുന്നു. കുട്ടികളുടെ അമ്മ കുളിക്കാൻ പോകുന്ന നേരവും പുറത്തേക്ക് പോകുന്ന സമയത്തുമായിരുന്നു പീഡനം. സഹപാഠിയായ കൂട്ടുകാരിയെ വീട്ടിൽ കൊണ്ടുവരാൻ ധനേഷ് ആവശ്യപ്പെട്ടതനുസരിച്ച് മൂത്ത കുട്ടി നൽകിയ കത്ത് കൂട്ടുകാരിയുടെ അമ്മയായ അധ്യാപികയ്ക്ക് ലഭിച്ചതോടെയാണ് സംഭവം പുറത്തു വന്നത്. നിലവിൽ കുട്ടികൾ CWCയുടെ സംരക്ഷണയിലാണ്. ആവശ്യമായ കൗൺസിലിംഗ് നൽകിയതായും കുട്ടികൾക്ക് മറ്റ് പ്രശ്നങ്ങളൊന്നുമില്ലെന്നും CWC അറിയിച്ചു. അവസാന 3 മാസത്തോളം പെൺകുട്ടികളെ പീഡിപ്പിച്ചിരുന്നത് അമ്മ അറിഞ്ഞിരുന്നുവെന്ന് പോലീസും തിരിച്ചറിഞ്ഞിട്ടുണ്ട്. അതിനിടെ ധനേഷ് ലൈംഗിക വൈകൃതമുള്ളയാളാണെന്നും പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തിയെന്നും പോലീസ് കണ്ടെത്തി. പെൺകുട്ടികളെ ഇയാൾ 2 വർഷത്തോളം പീഡിപ്പിച്ചിരുന്നതായും പോലീസ് അന്വേഷണത്തിൽ വ്യക്തമായിട്ടുണ്ട്. ഭർത്താവ് മരിച്ചതോടെ പെൺകുട്ടികളുടെ അമ്മ പ്രതിസന്ധിയിലായി. ഈ അവസ്ഥയെ ഡ്രൈവർ മുതലാക്കുകയാണ് ചെയ്തത്. കേസിൽ ഇരയാക്കപ്പെട്ട പെൺകുട്ടികളുടെ രഹസ്യമൊഴിയും പോലീസ് രേഖപ്പെടുത്തിയിരുന്നു. പെരുമ്പാവൂർ മജിസ്ട്രേറ്റിന് മുൻപിലാണ് കുട്ടികളുടെ രഹസ്യമൊഴി രേഖപ്പെടുത്തിയത്. 10ഉം 12ഉം വയസ്സുള്ള പെൺകുട്ടികളെ ലൈംഗികമായി പീഡിപ്പിച്ചതിന് കുട്ടികളുടെ അമ്മയുടെ സുഹൃത്തായ ടാക്സി ഡ്രൈവറെ കഴിഞ്ഞ ദിവസമാണ് കുറുപ്പമ്പടി പോലീസ് അറസ്റ്റ് ചെയ്തത്. ഇയാൾ ലൈംഗിക ഉത്തേജന മരുന്നുകൾ ഉപയോഗിച്ചിരുന്നതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരുന്നുണ്ട്. കുട്ടികളുടെ അമ്മയുമായി ഉണ്ടായിരുന്ന സൗഹൃദം മുതലെടുത്തായിരുന്നു പീഡനം നടത്തിയത്. പെൺകുട്ടികളുടെ സുഹൃത്തുക്കളെയും ദുരുപയോഗം ചെയ്യാനുള്ള ഇയാളുടെ വ്യഗ്രതയാണ് പീഡന വിവരം പുറത്തറിയാൻ കാരണമായത്. നന്ദി.